പ്രിയ തൊഴിലുറപ്പ് തൊഴിലാളികളെ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മളിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട് അംഗനവാടി കുട്ടികളെക്കുറിച്ച്, അല്ലേ? അതായത് വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, സ്കൂളിലാണെങ്കിൽ എത്തിയിട്ടില്ല. അതേപോലത്തെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതായത് ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഏകദേശം അവസാനിപ്പിക്കാനുള്ള സമയത്തിലാണുള്ളത്. എന്നാൽ VBG റാംജി ആണെങ്കിൽ തുടങ്ങിയിട്ടുമില്ല. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു മാസം കൊണ്ട് പൂർണ്ണമായിട്ടും VBG റാംജിയിലേക്ക് മാറ്റപ്പെടും. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ അവസാനമായിട്ട് വന്നിരിക്കുന്നതാണ് NMMSൻ്റെ അപ്ഡേഷൻ. വളരെ ബുദ്ധിമുട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? നമുക്കറിയാം, നമ്മളിപ്പോൾ EKYC ചെയ്തിട്ടുള്ള ആളുകൾക്ക് മിനിഞ്ഞാന്ന് 2-ാം തീയതി, അല്ലേ? അതായത് മാർച്ച് 2-ാം തീയതി മുതൽ പിന്നെ പുതിയ NMMS നിലവിൽ വന്നിരിക്കുന്നു. അതായത് ഇതുവരെ നമ്മൾ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടായിരുന്നു അപ്ലോഡ് ചെയ്തിരുന്നത്. ഇനി മുതൽ നമ്മൾ ഓരോ ആൾക്കാരുടെ ഫോട്ടോ, അതും EKYC ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും, അല്ലേ? EKYC ചെയ്യാത്ത ആൾക്കാരുടെ ഫോട്ടോ കിട്ടില്ല. അപ്പോൾ തന്നെ EKYC അവിടുന്ന് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ അടുത്ത VBG റാംജിയിലേക്ക് അടുത്ത മാസം പൂർണ്ണമായിട്ട് മാറ്റപ്പെടുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ളൊരു ട്രയൽ വർക്ക് എന്ന രീതിയിലാണ് നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്. അതായത് ഇത് കൃത്യമായിട്ട് നമ്മൾ അടുത്ത മാസത്തേക്ക്, അടുത്ത പുതിയ വർക്ക് ചെയ്യുന്ന സമയത്തേക്ക് പഠിച്ച് റെഡിയായിട്ട് വരികയാണെങ്കിൽ, ഇപ്പോൾ പല സൈറ്റുകളിലും വളരെ കുറഞ്ഞ ആൾക്കാരായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ സമയം എടുത്തുകൊണ്ട് ഫോട്ടോ ക്യാപ്ചർ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം എടുത്തുകൊണ്ട് നമുക്ക് ചെയ്ത് ഈ NMMS പഠിച്ച് റെഡിയായി കൊണ്ടുവരാനുള്ളൊരു സമയമാണിത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പുതിയ പണി തുടങ്ങുന്ന നേരത്ത് ഫുൾ ആൾക്കാരുണ്ടാവും. അപ്പോൾ ശരിക്കും നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേജ് പോവുകയാണെങ്കിൽ നമ്മൾ 9 മണിക്ക് ഫോട്ടോ എടുക്കാൻ നിന്നാൽ എത്ര സമയമാവും അത് നിങ്ങൾക്ക് തന്നെ ചിന്തിച്ച് നോക്കിയാൽ അറിയാം. പക്ഷേ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് ഫാസ്റ്റാക്കിയിട്ട് നമ്മൾ ആ സമയത്തിനുള്ളിലേക്ക് പഠിച്ചെടുക്കണം, പെട്ടെന്ന് എങ്ങനെ ചെയ്തെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ പലപ്പോഴും എന്താ അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഇത് പഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ വിളിച്ചിട്ട് അവിടത്തേക്ക് പറയുമ്പോൾ അവർ എന്താണ് എന്നുള്ളൊരു എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നൊരവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ രാവിലെ നമ്മൾ 9 മണിക്കാണ് നമുക്ക് ഡ്യൂട്ടി തുടങ്ങുന്നതെങ്കിൽ പഞ്ചായത്ത് 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ വരുന്ന ആൾക്കാർ, നമ്മൾ കോണ്ടാക്ട് ചെയ്യേണ്ട ആൾക്കാർ ബസ്സിലോ അല്ല യാത്രയിലോ അപ്പോൾ വഴിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും ഇത് കിട്ടാണ്ടിരിക്കുന്ന സമയത്ത് വിളിക്കുമ്പോൾ അവർക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് എല്ലാം കൂടി 10 മണി കഴിഞ്ഞ് അപ്പോൾ അവസാനം കിട്ടിയില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പോകേണ്ട ഒരു സ്ഥിതിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും അതിനിപ്പോൾ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, അല്ലേ? നമ്മൾ അതിൻ്റെ അകത്ത് തന്നെ, അഥവാ ആദ്യം എക്സംഷൻ ഇല്ല എന്നായിരുന്നു പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ നമ്മുടെ പല പഞ്ചായത്തുകളും അതിന് മുന്നേ തന്നെ ജന്മൻ രേഖ എന്നുള്ളൊരു സാധനം, ഒരു ആപ്പ്, അതിൻ്റെ APK ഫയലിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പ് ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ പഞ്ചായത്തിൽ വിളിച്ച് പറയുക. അപ്പോൾ അവർ നമ്മുടെ നമ്പറിൽ മസ്റ്റർ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ, വർക്ക് കോഡും കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കൊടുത്താൽ അത് ഇപ്പം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അതിൻ്റെ സ്ഥിതി എന്താണ് എന്നത് അറിയില്ല. എന്തായാലും നമ്മൾ ഈ NMMS തറവാക്കി കൊണ്ടുവരിക, നല്ല രീതിയിലേക്ക് ചെയ്ത് പഠിക്കാനുള്ള ഒരു സാഹചര്യമാണ്. ഇപ്പോൾ കുറഞ്ഞ ആൾക്കാരായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ സമയം എടുത്താലും കിട്ടുന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ മുന്നേ ചെയ്ത
ഈ KYC ചെയ്ത ആൾക്കാർക്ക് പോലും ക്യാപ്ചർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കണ്ണിങ്ങനെ ചിമ്മി തുറക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഇതിനടിയിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. ഏത് ഭാഗമാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ചെയ്യുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള വീഡിയോ വെച്ചുകൊണ്ട് ചെയ്തു തരാം. ഇപ്പം ഞാൻ ജസ്റ്റ് ഒരുപാട് വീഡിയോസ് ഇത് ചെയ്തുകൊണ്ട് ഇങ്ങനെ പലതും കേട്ട് മടുത്തെടുത്ത് ഞാൻ നിങ്ങൾക്ക് ചെയ്യണ്ട എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് വെച്ചാൽ നിങ്ങളത് പറയുക. ആ സംഭവം ഞാൻ വ്യക്തമായിട്ട് വീഡിയോ സഹിതം ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ പോയി കഴിഞ്ഞാൽ പഴയ പോലെ തന്നെയാണ് സംഭവം. ഇത് നമ്മൾ പിന്നെ ചെറിയ മാറ്റങ്ങൾ മാത്രം നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയ മാറ്റങ്ങളൊന്ന് ഓടിച്ചാൽ കിട്ടാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ സൈറ്റ് കിട്ടുന്നില്ല. അതേപോലെ തന്നെ നമ്മുടെ ജന്മൻ രേഖേൻ്റെ ഈ സാധനം അവിടുന്ന് നമുക്ക് അയച്ചു തന്ന APK ഫയലൊക്കെ ചെയ്താൽ അതിൻ്റെ അകത്ത് നമ്മൾ പിന്നെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും നമ്മൾ OTP വരുന്നില്ല എന്നുള്ളൊരു പ്രശ്നം പല ആൾക്കാരും പറയുന്നുണ്ട്. OTP വരില്ല, അത് ചെയ്യാനാണ് എക്സംഷൻ കൊടുക്കണമെങ്കിൽ ഈ സംഭവം ചെയ്ത് റെഡി ആവണ്ടേ. അപ്പോൾ അത് ചെയ്ത് കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ പുതിയ സംഭവങ്ങൾ എന്ത് വരുമ്പോഴും ആദ്യം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്തായാലും പതിയെ റെഡിയാക്കാം. ഇപ്പോൾ അതിനുള്ള എന്തായാലും നമ്മളെ ഈ സാധനങ്ങൾ നഷ്ടപ്പെടാതെ കിട്ടും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ എന്തായാലും നമ്മൾ എന്ത് ചെയ്യാം, ഈ സംഭവങ്ങളൊന്ന് ചെയ്യുക. അപ്പോൾ ചെയ്യുന്നതിൻ്റെ ചിലപ്പോൾ ഈ ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ തിരയെ കിട്ടുന്നതിനെ കുറേ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ചിലപ്പോൾ സെൽഫി മോഡലൊന്ന് എടുത്ത് നോക്കുക, അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, അത് നമ്മൾ ഈ പച്ച ടിക്കുണ്ടോ എന്നുള്ളത് ഓരോ ആൾക്കാരുടെ ഫോട്ടോൻ്റെ അപ്പുറത്ത് പച്ച ടിക്കുണ്ടോ എന്നുള്ളത് നോക്കുക. റെഡ് മാർക്കിൽ ഇൻറ്റു ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ വീഡിയോസ് പലതിലും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ക്ലിയർ ചെയ്യുക. പിന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു മാസ്റ്ററോൾ ഒരു പ്രാവശ്യം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡൗൺലോഡ് മാസ്റ്ററോൾ കൊടുക്കാൻ പാടില്ല എന്ന്. പക്ഷേ ഇതിൽ കിട്ടുന്നില്ലെങ്കിൽ അത് കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ വീണ്ടും കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതുപോലെ സേവ് ചെയ്ത കാര്യം അതിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഒരു മാസ്റ്ററോൾ സേവ് ചെയ്താൽ അതിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, മൊത്തം ആൾക്കാരുടെ ഡീറ്റെയിൽസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, സേവ് കൊടുക്കണം. മൊത്തം ഓരോരുത്തർ ഫോട്ടോ എടുത്തിട്ട് ചെയ്യരുത്. എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, എന്തായാലും പറയാണ്. പിന്നെ അതുപോലെ കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാസ്റ്ററോൾ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. റെഡ് മാർക്കാണുള്ളതെങ്കിൽ എന്ത് ചെയ്യുക, അത് KYC ചെയ്തതിന് ശേഷം ഫസ്റ്റിൽ അങ്ങനത്തെ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ടോ നോക്കുക. രണ്ട് മാസ്റ്ററോളോ അല്ലെങ്കിൽ എത്ര മാസ്റ്ററോളാണ് നമ്മളുള്ളത് അത് മുഴുവനായിട്ടും വന്നിട്ടുണ്ടോ നോക്കുക. അതിനുശേഷം ഇതിലാർക്കെങ്കിലും റെഡ് മാർക്ക് ഉണ്ടോ നോക്കുക. ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ശേഷം എന്ത് ചെയ്യുക, ക്യാമറയിൽ പിന്നെ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ എടുത്ത ഉടനെ തന്നെ ചിലപ്പോൾ ക്യാമറേൻ്റെ പിക്ചറൊന്നും കണ്ടില്ലെങ്കിൽ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണ്ട, വീണ്ടും ടെൻഷൻ അടിച്ച് ചെയ്യണ്ട. പിന്നെ എല്ലാത്തിനും എന്ത് വെച്ചാൽ ആൾക്കാരൊക്കെ സഹകരിച്ചുകൊണ്ട് തിരക്ക് കൂട്ടാതെ വളരെ നല്ല രീതിയിൽ സമയമെടുത്ത് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഫുള്ള് പഠിച്ചെടുക്കുക. അടുത്ത VBG റാംജി വരുന്ന സമയത്തേക്ക് നമ്മുടെ എന്താവും, പൂർണ്ണമായിട്ടും അന്ന് ഒരുപാട് തൊഴിലാളികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് എടുത്ത് പോവേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇപ്പോൾ നന്നായിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ വളരെ എളുപ്പത്തിലായിരിക്കും. കിട്ടാത്ത പ്രശ്നങ്ങൾ പല ഏരിയയിലുണ്ട്. പിന്നെ മാക്സിമം എന്ത് ചെയ്യാന്ന് വിചാരിച്ചാൽ നമ്മൾ റേഞ്ചുള്ള സ്ഥലത്ത് നിൽക്കുക. റേഞ്ച് ഇല്ലെങ്കിലും എന്ത് ചെയ്യുക, സേവ് ചെയ്യുന്നത് വരെയുള്ള ഓപ്ഷൻ നടക്കുന്നുണ്ട്. ബാക്കി അപ്ലോഡിങ് പിന്നീട് നല്ല റേഞ്ചുള്ള സ്ഥലത്ത് നിന്ന് ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു പുതിയ NMMSൻ്റെ അപ്ഡേഷൻ ആണല്ലോ. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും റെഡിയാവും എല്ലാവർക്കും. അപ്പോൾ ഇനി ഏത് ഭാഗത്താണ് നിങ്ങൾക്ക് ഉള്ളത്, ഇനിയിപ്പം മുഴുവൻ വേണമെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ എന്ത് ചെയ്യുക, അടുത്ത വീഡിയോ ആയിട്ട് വരാം. കുറച്ച് സമയം ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് മാറി നിൽക്കേണ്ടതായിട്ട് വന്നതുകൊണ്ടാണ്, ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും വീഡിയോ ആയിട്ട് ഞാൻ വിശദമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക,
മാക്സിമം എല്ലാ ഗ്രൂപ്പുകളിലേക്കും എത്തിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.